വിഷുവിനെ പറ്റി ഒരു കഥയായാലോ? എപ്പോഴും വിഷുവിനെ പറ്റിയൊക്കെ നമുക്കറിയാമെങ്കിലും ആ വിഷുവിന് നമ്മൾ ഉപയോഗിക്കുന്ന പൂവ് ഏതാണ്? കൊന്നപ്പൂവ്. ആ കൊന്നപ്പൂവിനും ഒരു കഥയുണ്ട്. ഭഗവാനെ തൊഴുത്തിട്ട് നമുക്ക് കൊന്നപ്പൂവിൻ്റെ കഥ ആരംഭിക്കാം. ഒരു ഗ്രാമത്തില് ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. ഭയങ്കര കൃഷ്ണഭക്തരായിരുന്നു അവർ. എന്നും ക്ഷേത്രത്തിൽ പോകും, ഭഗവാനെ തൊഴും, ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറയും. പറഞ്ഞ് ആ ഉണ്ണിക്ക് കൃഷ്ണഭഗവാനോട് ഭയങ്കര ഭക്തി ഉണ്ടായി. ആ ഭക്തി ഉണ്ടായപ്പോൾ എന്നും കണ്ണനോട് പോയി ചോദിക്കും, കണ്ണ നീ എൻ്റെ കളിക്കൂട്ടുകാരനാകാമോ? എന്നും ഉണ്ണി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃഷ്ണഭഗവാൻ ഒരു ദിവസം ഉണ്ണിയോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ കളിക്കൂട്ടുകാരനായിട്ട് ഞാനും വരാം ഉണ്ണി. അപ്പോൾ അമ്പലത്തിലെ നട അടയ്ക്കുമ്പോൾ ഇവർ കളിക്കൂട്ടുകാരായി കളിക്കാൻ തുടങ്ങി. ഒരു ദിവസം കളിയെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ രൂപലാവണ്യം കണ്ടിട്ട് ഉണ്ണിക്ക് ഭയങ്കര കണ്ണൻ്റെ മാല, വള, അരിഞ്ഞാണം എല്ലാം കണ്ടപ്പോൾ ഉണ്ണിക്ക് ഭയങ്കരമായ കൗതുകം തോന്നി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് ഉണ്ണിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഒരു അരിഞ്ഞാണം എടുത്ത് ഉണ്ണിക്ക് കൊടുത്തു. ഉണ്ണി സന്തോഷവാനായി ഓടി വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ കണ്ണനെ കണ്ടു, ഞാൻ കണ്ണനെ കണ്ടു, കണ്ണൻ ദേ എനിക്കിത് തന്നു എന്ന്. പക്ഷെ അമ്മയുണ്ടോ വിശ്വസിക്കുന്നു? ഇല്ല. അതേസമയം നട തുറന്നപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ അരിഞ്ഞാണം കാണാനില്ല. എന്തു ചെയ്യും? ഭയങ്കര പ്രശ്നങ്ങളായി. അമ്മ ഉണ്ണിക്കണ്ണനെ കൊണ്ട് അമ്പല നടയിലെത്തി. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആ ഉണ്ണിയെ അമ്മ തല്ലാൻ തുടങ്ങി. ഇത് കണ്ട് സങ്കടപ്പെട്ട് ഉണ്ണി പറഞ്ഞു, കണ്ണ നീ എനിക്ക് തന്ന ഈ ആഭരണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എടുത്തെറിഞ്ഞു. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ ചില്ലയിലാണ് പോയി വീണത്. ഭഗവാൻ എന്ത് ചെയ്തു? അതിന് നിറയെ കുന്നപ്പൂക്കൾ സ്വർണ്ണമണി പോലെ ഇങ്ങനെ വിതറി വന്നു. അപ്പോൾ അവിടെ നിന്നവർക്കെല്ലാം മനസ്സിലായി. അപ്പോൾ ഭക്തനോടുള്ള ഒരു വാത്സല്യത്തിൻ്റെ പ്രതീകമായി നമ്മുടെ കണിക്കൊന്ന അങ്ങനെ പൂത്തുലഞ്ഞു. അപ്പോൾ തൊട്ടു പിറ്റേ ദിവസം അന്ന് വിഷു ദിവസമായിരുന്നു. ധാരാളം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അതാണ് നമ്മുടെ കണിക്കൊന്ന നമുക്ക് വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പുഷ്പമായി മാറിയത്. ഭക്തന്മാരോടെല്ലാം വാത്സല്യമുള്ള ആ ഭഗവാനെ നമുക്ക്